കേരളത്തിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയുള്ളത് കഞ്ചിക്കോട്, പാലക്കാട് ജില്ലയിലാണ്. അടുത്തത് കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്നത് ഷൊർണൂർ. കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴ ഉദ്യാനം. കേരളത്തിൽ സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യത്തെ വില്ലേജ് കണ്ണാടി. കേരളത്തിൽ സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട വില്ലേജ് കണ്ണാടി. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വത്കൃത താലൂക്ക് ഓഫീസ്, അത് ഒറ്റപ്പാലം. ജനകീയ പങ്കാളിത്തത്തോടെ കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതി മീൻവല്ലം പദ്ധതി തൂതപ്പുഴയിലാണ്. ജനകീയ പങ്കാളിത്തത്തോടെ കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതി മീൻവല്ലം പദ്ധതിയാണ് തൂതപ്പുഴയിൽ. കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി, അതും മീൻവല്ലം തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെൻറ്റ് പാർക്ക് മലമ്പുഴ ഫാൻറ്റസി പാർക്ക്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് പെരുമാട്ടി. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് പെരുമാട്ടി. കേരളത്തിലെ ആദ്യ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാട്. കേരളത്തിലെ ആദ്യ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥാപിച്ചത് പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലൻറ്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലൻറ്റ് വാലിയാണ്. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളം.